തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥ മനസ്സിലാക്കി എന്നെ അന്ന് അനുവദിക്കണമെന്ന അപേക്ഷയോടെ ആദരണീയനായ അധ്യാപകരെ, രക്ഷകർത്താക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ധന്യമായ ഈ ചടങ്ങിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും എന്റെ വിനീത നമസ്കാരം. ദേവിയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഇത്തിക്കാലത്തെ ഇളങ്കാവ് ദേവസ്വം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഈ പുണ്യഭൂമിയിൽ നിന്ന് ഇന്ന് നിങ്ങളോടൊപ്പം ഒത്തുചേരാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. നാടിന്റെയും വരും തലമുറയുടെയും പുരോഗതി വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നടത്താനാവൂ, നേടാനാവൂ എന്ന ദീർഘവീക്ഷണത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് നിലനിൽക്കുന്ന പിന്നോക്കാവസ്ഥ പരിഹരിക്കാനായി ഇളങ്കാവ് ദേവസ്വം ക്ഷേത്ര ഭരണാധികാരികൾ സ്ഥാപിച്ചതാണ് ഈ സരസ്വതി ക്ഷേത്രം. 1952 ഒരു അപ്പർ പ്രൈമറി സ്കൂളായി ഇളങ്കാവ് ദേവി ക്ഷേത്രത്തിന് സമീപത്തെ 2 മുറികളിൽ തുടങ്ങിയതാണ് ഈ വിദ്യാലയം. പിന്നീട് മലകുന്നത്ത് ദേവസ്വം ഉടമസ്ഥതയിലുള്ള സ്ഥലത്തേക്ക് മാറ്റുകയും 1966 ഹൈസ്കൂളായും 2003 ഹയർ സെക്കൻഡറി സ്കൂളായും വളർന്ന് ഇന്ന് 1200 കുട്ടികൾ പഠിക്കുന്ന കോട്ടയം ജില്ലയിലെ മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നായി ഇത് മാറിയിരിക്കുന്നു. അഭിമാന നിമിഷമാണ്. ഒരുപക്ഷെ ഞാൻ നിങ്ങളോടൊപ്പം സന്തോഷത്തോടെയാണ് ഈ അഭിമാന മുഹൂർത്തം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പാഠ്യേതര വിഷയങ്ങളിൽ പ്രത്യേകിച്ച് LSS, USS, സംസ്കൃത സ്കോളർഷിപ്പുകൾ, മെറിറ്റ് അവാർഡുകൾ, ഗണിതശാസ്ത്ര മേളകൾ, കലോത്സവങ്ങൾ, കായിക വിനോദങ്ങൾ എന്നിവയിൽ സംസ്ഥാന തലത്തിലും സ്പോർട്സ് ഇനങ്ങളിൽ ദേശീയ തലത്തിലും അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ ഈ വിദ്യാലയത്തിന് സാധിച്ചിട്ടുണ്ട്. മികച്ച ലൈബ്രറിയും ആധുനിക രീതിയിലുള്ള ലബോറട്ടറികളും ഹൈടെക് ക്ലാസ് റൂമുകളും ഈ സ്കൂളിന്റെ മികവിന് തെളിവുകളാണ്. ഇന്ന് നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് പുതിയൊരു ചുവടുവയ്പ്പിന് തുടക്കം കുറിക്കുന്നതിനാണ്. ഹൈസ്കൂളിനായി പുതുതായി നിർമ്മിച്ച മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടൊപ്പം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് വീട് വെച്ചു കൊടുക്കുന്നതിന്റെ അങ്ങനെ ഒരു പദ്ധതിയായി ചങ്ങാതിക്കൊരു വീട് എന്ന് പറയുന്ന പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഒരു ചങ്ങാതിക്ക് ഇന്ന് വീടും നിർമ്മിച്ച് നൽകുന്ന എന്നുള്ള മഹത്തായ പദ്ധതിക്കും ഇന്ന് ഈ വേദിയിൽ വെച്ച് തിരിതെളിയിക്കുന്നതായിരിക്കും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിൽ പുതിയ മാതൃകകൾ സൃഷ്ടിക്കാൻ ഈ സംരംഭത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആരാധനാലയങ്ങളും വിദ്യാലയങ്ങളും സമൂഹത്തിന്റെ നന്മയ്ക്കുതകണം എന്ന ചിന്തയിൽ പ്രവർത്തിക്കുന്നവരാണ് ഈ സ്ഥാപനത്തെ നയിക്കുന്നത് എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്, സന്തോഷവുമുണ്ട്. സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള, മൂല്യബോധമുള്ള, സഹജീവികളോട് കരുണയുള്ള ഒരു പുതുതലമുറയെ വാർത്തെടുക്കുവാനും ഈ വിദ്യാലയത്തിന്റെ പൈതൃകവും പാരമ്പര്യവും കാത്തുസൂക്ഷിക്കുന്ന ഒരു മാതൃകാ വിദ്യാലയമായി മാറുവാനും ഇത്തിക്കാനം ഹയർ സെക്കൻഡറി സ്കൂളിന് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വിദ്യാലയം ഇനിയും കൂടുതൽ ഉന്നതിയിലേക്ക് എത്തട്ടെ. ഇവിടെ നിന്ന് പഠിച്ച് ഇറങ്ങുന്ന ഓരോ വിദ്യാർത്ഥിയും നാടിനും സമൂഹത്തിനും അഭിമാനമായി മാറട്ടെ.